ഭൂതലവും മാറും ആദിമുതൽക്കേ മാറാതുള്ളത് നിൻ വചനം മാത്രം. കാലങ്ങൾ മാറും രൂപങ്ങൾ മാറും അന്നും ഇന്നും മായാതുള്ളത് തിരുവചനം മാത്രം. വചനത്തിന്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിന്റെ കതിരുകൾ കൊയ്യാൻ പോകാം. വചനത്തിന്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിന്റെ കതിരുകൾ കൊയ്യാൻ പോകാം. ആകാശം മാറും ഭൂതലവും മാറും ആദിമുതൽക്കേ മാറാതുള്ളത് നിൻ വചനം മാത്രം. കാലങ്ങൾ മാറും രൂപങ്ങൾ മാറും അന്നും ഇന്നും മായാതുള്ളത് തിരുവചനം മാത്രം. ഇസ്രായേലേ ഉണരുക നിങ്ങൾ, വചനം കേൾക്കാൻ ഹൃദയമൊരുക്കൂ. ഇസ്രായേലേ ഉണരുക നിങ്ങൾ, വചനം കേൾക്കാൻ ഹൃദയമൊരുക്കൂ. വഴിയിൽ വീണാലോ വചനം ഫലമേകില്ല, വയലിൽ വീണാൽ എല്ലാം കതിരായിടും. വഴിയിൽ വീണാലോ വചനം ഫലമേകില്ല, വയലിൽ വീണാൽ എല്ലാം കതിരായിടും. ആകാശം മാറും ഭൂതലവും മാറും ആദിമുതൽക്കേ മാറാതുള്ളത് നിൻ വചനം മാത്രം. കാലങ്ങൾ മാറും രൂപങ്ങൾ മാറും അന്നും ഇന്നും മായാതുള്ളത് തിരുവചനം മാത്രം. വയലേലകളിൽ കതിരുകളായി വിളകൊയ്യാനായി അണിചേർന്നിടാം. വയലേലകളിൽ കതിരുകളായി വിളകൊയ്യാനായി അണിചേർന്നിടാം. കാതുണ്ടായിട്ടും എന്തേ കേൾക്കുന്നില്ല, മിഴികൾ സത്യം എന്തേ കാണുന്നില്ല. കാതുണ്ടായിട്ടും എന്തേ കേൾക്കുന്നില്ല, മിഴികൾ സത്യം എന്തേ കാണുന്നില്ല. ആകാശം മാറും ഭൂതലവും മാറും ആദിമുതൽക്കേ മാറാതുള്ളത് നിൻ വചനം മാത്രം. കാലങ്ങൾ മാറും രൂപങ്ങൾ മാറും അന്നും ഇന്നും മായാതുള്ളത് തിരുവചനം മാത്രം. വചനത്തിന്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിന്റെ കതിരുകൾ കൊയ്യാൻ പോകാം. വചനത്തിന്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിന്റെ കതിരുകൾ കൊയ്യാൻ പോകാം. തിരിച്ചറിവ് നൽകുന്ന ചില സന്ദേശങ്ങൾ. ഒന്ന്, ജീവിതയാത്ര നാം പ്രതീക്ഷിക്കുന്നത് പോലെ അത്ര സുന്ദരമാകണമെന്നില്ല. അതിനിടയിൽ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും ദുഃഖങ്ങളും നിരാശകളും ഒക്കെ വന്നുപെട്ടേക്കാം. അവയൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നമുക്ക് കഴിയണം. ഈ പ്രതിസന്ധികളെല്ലാം അതിജീവിച്ച് മുന്നോട്ട് പോകുവാൻ നമുക്ക് വേണ്ട ഏക ഗുണമാണ് പ്രതീക്ഷ.
പ്രതീക്ഷയോടെ മുന്നോട്ട് പോയാൽ മാത്രമേ പ്രകാശം നിറഞ്ഞ വിജയത്തിന്റെ മഹാസമുദ്രത്തിൽ നമുക്ക് എത്തിപ്പെടാൻ കഴിയൂ. ഓർക്കുക, ഒരു നദിയും തടസ്സമായിരുന്ന കല്ലിൽ തട്ടിയത് കൊണ്ട് ഒഴുക്ക് നിർത്തിയിട്ടില്ല. 2, അഹങ്കാരമാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ തെറ്റ്. ജീവിതത്തിന്റെ സൗന്ദര്യം അറിവും ക്ഷമയുമാണ്. അച്ചടക്കമാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ കരുത്ത്. പ്രാർത്ഥനയാണ് ഏറ്റവും വലിയ വിജയം. നല്ല ബന്ധങ്ങളാണ് ഏറ്റവും വലിയ സമ്പത്ത്. 3, ക്ഷമയാണ് ജീവിതത്തെ വിജയത്തിലെത്തിക്കുന്നത്. മടിയാണ് ജീവിതത്തെ ദാരിദ്ര്യത്തിലേക്ക് എത്തിക്കുന്നത്. അമിതമായ വികാരമാണ് മനുഷ്യനെ ഭ്രാന്തിലേക്ക് എത്തിക്കുന്നത്. അമിതമായ ആഗ്രഹമാണ് മനുഷ്യനെ ദുഃഖത്തിലേക്ക് എത്തിക്കുന്നത്. ഓരോ നിരാശയിലും പ്രത്യാശയുടെ ഒരു നിറം ഒളിഞ്ഞിരിപ്പുണ്ട്. അത് തിരിച്ചറിയുമ്പോഴാണ് ജീവിതത്തിന്റെ ദിശയും ഗതിയും മാറിപ്പോകുന്നത്. ഒന്നിനോടും നമ്മൾ അമിതമായി പറ്റിച്ചേരരുത്, അത് നിങ്ങൾക്ക് നഷ്ടപ്പെടും. ഒന്നിനെയും അമിതമായി സ്നേഹിക്കരുത്, അത് നിങ്ങളുടെ ദുഃഖത്തിലാഴ്ത്തും. ഒന്നിനെ കുറിച്ചും അമിതമായി ആലോചിക്കരുത്, അത് നിങ്ങളുടെ മനസ്സമാധാനം കെടുത്തും. ഒന്നിനു വേണ്ടിയും നിങ്ങൾ അമിതമായി യാചിക്കരുത്, അപമാനപ്പെടും. ക്ഷമ കരുത്താണ്, ഒരിക്കലും കഴിവുകേടല്ല. ഏതൊരു കാര്യത്തെയും ക്ഷമയോടെ നേരിടുക, എല്ലാ പ്രശ്നത്തിനും പരിഹാരമുണ്ടാവും. നന്ദി, നമസ്കാരം. കടപ്പാട് അനിൽകുമാർ കടപ്പാട്. ഒരു ദിവസം മകൻ പ്രായമുള്ള അപ്പനെയും കൊണ്ട് ഓൾഡ് ഏജ് ഹോമിൽ വന്നിരിക്കുകയാണ്. ഇപ്പോൾ കാറിലിരിക്കുകയാണ്. ഇയാളുടെ ഭാര്യ കൂടെയുണ്ട്, പിന്നെ അപ്പനുണ്ട്. അപ്പോൾ അപ്പനെയും ഇയാളുടെ ഭാര്യനെയും കാറിലെത്തിയിട്ട് പറഞ്ഞു, ഞാൻ പോയി ആദ്യം അച്ഛനെ കണ്ട് സംസാരിച്ചിട്ട് വരാം. അപ്പോൾ ഒരു കാത്തലിക് റൺ ഓൾഡ് ഏജ് ഹോമാണ്. അച്ഛനാണ് എൻ്റെ ഡയറക്ടർ. അച്ഛൻ അദ്ദേഹം ഇങ്ങനെ കാത്തിരിക്കുകയാണ്, അച്ഛന് വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ അച്ഛൻ വന്നു, മുറിയിലേക്ക് കയറി ഒരു ഓഫീസിലിരുന്നു. അപ്പോൾ അച്ഛനോട് പറഞ്ഞു, അച്ഛോ എനിക്ക് അപ്പനെ നന്നായിട്ട് നോക്കാനുള്ള ആഗ്രഹമുള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത്. കാരണം എനിക്കൊരു മകനുണ്ട് വീട്ടിൽ, പയ്യനാണ്, ചെറുതാണ് അവൻ. പിന്നെ എനിക്ക് ജോലിയുണ്ട്, എൻ്റെ ഭാര്യയ്ക്ക് ജോലിയുണ്ട്, ഞങ്ങൾക്ക് 2 പേർക്കും നല്ല തിരക്കുണ്ട്. അതിൻ്റെ ഇടക്കാണ് മകനെ ഞങ്ങൾ കഷ്ടപ്പെട്ട് നോക്കുന്നത്. അപ്പോൾ അപ്പന് വേണ്ടത്ര ശ്രദ്ധ കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇവിടെ ആകുമ്പോൾ നല്ല സ്ഥലമാണെന്ന് ഞങ്ങൾ അറിഞ്ഞു. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ പേയ്മെൻ്റ് ഒക്കെ തരാം, ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഒരു അഡ്മിഷൻ ഇവിടെ അപ്പന് വേണ്ടി തരണം. പശൻ പറഞ്ഞു, എടോ സോറി, കാരണം ഒന്ന് ഇവിടെ നല്ല തിരക്കുണ്ട്, നമുക്കൊരു സീറ്റ് ഒഴിവൊന്നുമില്ല. രണ്ടാമത്തത് ആരും ഇല്ലാത്ത ആൾക്കാരെ മാത്രമാണ് ഞങ്ങളിവിടെ പ്രൊമോട്ട് ചെയ്യുന്നത്, എടുക്കുന്നത്. അപ്പം നിങ്ങളൊക്കെ ഇല്ലേ, അപ്പോൾ പിന്നെ അതൊരു അസൗകര്യം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം ഇദ്ദേഹം പറഞ്ഞു, എത്ര പൈസ വേണമെങ്കിലും തരാം, പക്ഷേ ഒരു നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് അച്ഛനൊന്ന് ഞങ്ങളെ സഹായിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ കുറച്ചേരം ചിന്തിച്ചിട്ട് പറഞ്ഞു, എടോ സഹായിക്കാം, ഒരു കാര്യം ചെയ്യാം, ഇവിടെ ഓർഫനേജ് കൂടി ഞങ്ങൾക്കുണ്ട്, ഒരു ഓർഫനേജ് ഉണ്ട് തൊട്ടടുത്ത്. നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങളുടെ മകനെ ഇവിടെ കൊണ്ടുവന്നാക്കുക, അപ്പൊ നിങ്ങൾക്ക് പിന്നെ അപ്പനെ നോക്കാൻ പറ്റുമല്ലോ. ഈ മകൻ അച്ഛനോട് ദേഷ്യപ്പെടുകയാണ്. അച്ഛൻ എന്ത് വർത്താനം പറയണേ, എൻ്റെ മകൻ ഈസ് നോട്ട് എൻ ഓർഫൻ. ഉടനെ തന്നെ അച്ഛൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കുന്നത്, അപ്പോ നിങ്ങളുടെ അപ്പൻ ഓർഫൻ അല്ലല്ലോ, നിങ്ങളൊക്കെ ഇല്ലേ? അപ്പോഴാണ് മകനൊരു തിരിച്ചറിവുണ്ടാവുന്നത്. എന്നിട്ട് ഈ ഡയറക്ടർ അച്ഛൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, മോനെ നിന്നെ വളർത്തിക്കൊണ്ടുവന്നപ്പോ ഇതുപോലുള്ള സാഹചര്യം അപ്പനും ഉണ്ടായില്ല, എന്നിട്ട് അപ്പൻ നിന്നെ നോക്കിയില്ലേ, നിന്നെ ഹോസ്റ്റലിലോ വേറെ എവിടെയെങ്കിലും പറഞ്ഞു വിടാതെ നന്നായിട്ട് നോക്കിയില്ലേ? അങ്ങനെയെങ്കിൽ ഈ അപ്പന്റെ വയസ്സാങ്കാലത്ത് നീ അപ്പനെ നോക്കണ്ടേ? കാര്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമൊന്നുമില്ലെന്നേ, അവർക്ക് ഇത്ര ആഗ്രഹമുള്ളൂ. അവിടെ കൺമുന്നിൽ നിങ്ങൾ ഉണ്ട് എന്നൊരു കാഴ്ച മാത്രം മതി അവർക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ. ഇത് പറഞ്ഞപ്പോൾ ഓർഫണേജിലാക്കുന്ന കാര്യം, ഓർഫണേജിലല്ല, അപ്പനും അമ്മേനെയും വയസ്സായ വൃദ്ധസദനത്തിൽ അപ്പനെ നോക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ ഒരു കാര്യം ഞാൻ ഓർത്തുപോയതാണ്. കല്യാണം കഴിഞ്ഞ് 10-15 കൊല്ലം കഴിഞ്ഞപ്പോൾ അപ്പനും അമ്മേനെയും അത് ഇവിടെ തന്നെയാണ്, വീട്ടിലാണ് നോക്കിയിരുന്നത്. ജോലിക്ക് ഒരാളെ വെച്ചിരുന്നു, അങ്ങനെ നോക്കിയിരുന്നു വീട്ടിൽ തന്നെ. അത് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് ഒരു 15 കൊല്ലം കഴിഞ്ഞപ്പോൾ അപ്പനും അമ്മയും ആവശ്യപ്പെട്ടു എന്നെ അവരെ നോക്കുന്നതിന് വേണ്ടി നാട്ടിലാക്കാനായിട്ട്. ഗൾഫിലെ എല്ലാ സൗകര്യങ്ങളും സുഖങ്ങളോട് ജീവിച്ച്
ഞങ്ങളുടെ ചെറുപ്പമായിരുന്നു അന്ന്. അങ്ങനെ അപ്പനും അമ്മയും പറഞ്ഞതനുസരിച്ച് ചേട്ടനും ഭർത്താവും ഞാനും സമ്മതിച്ചു. പിന്നെ ഈ 10-25 കൊല്ലം പിന്നെ ഗൾഫിലേക്ക് പോയിട്ടില്ല. പിന്നെ രണ്ടുപേരും മരിച്ച് 10-15 കൊല്ലം, കല്യാണം കഴിഞ്ഞൊരു 15 കൊല്ലം കഴിഞ്ഞ് പിന്നെ ഒരു 15 കൊല്ലം അപ്പനെയും അമ്മേനെയും നോക്കാൻ വേണ്ടി സമ്മതിച്ച് നാട്ടിലായിപ്പോയി. ഇത് ആലോചിച്ചപ്പോൾ സന്തോഷത്തോടു കൂടി തന്നെയാണ് സമ്മതിച്ചത്. അപ്പനും അമ്മയും അവർക്ക് എന്നെ നിർത്തണം നാട്ടിൽ എന്ന് പറഞ്ഞപ്പോൾ എല്ലാ സൗകര്യങ്ങളും സുഖങ്ങളും ഗൾഫിൽ ഉണ്ടായിട്ടായാലും അവരുടെ വാക്ക് കേട്ട് ദൈവത്തിനൊരു പ്ലാൻ ഉണ്ടാവും, അതുകൊണ്ടാവും ഇങ്ങനെ നിൽക്കാനായിട്ട് അവർ പറഞ്ഞതും എനിക്ക് നിൽക്കേണ്ട വന്നതും. ചെറിയ കുട്ടികളായ ഞാനും കുട്ടികളുമായി നാട്ടിൽ അപ്പൻ്റെ അമ്മേരെയും കൂടെ വർഷങ്ങളോളം അവരെ നോക്കി നിന്നു. ദൈവം അറിയാതെ ഒന്നും നടക്കില്ലല്ലോ എന്ന് വിചാരിച്ച് സന്തോഷത്തോടെ അവരുടെ വാക്ക് കേട്ടു, അത്രമാത്രം. ഒരു വൃദ്ധൻ മഴക്കാലമായപ്പോൾ തന്റെ കൂടയിൽ മാങ്ങയണ്ടിയുമായി അത് നടാനിറങ്ങി. റോഡരികിൽ ചെറിയ കുഴി കുഴിക്കും, അതിൽ തന്റെ മാങ്ങയണ്ടി നിക്ഷേപിക്കും. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ പയ്യൻ ചോദിച്ചു, അല്ല അപ്പൂപ്പ, നിങ്ങൾ ഈ മാങ്ങയണ്ടി നട്ട ഇത് എത്ര കാലമാവും വലിയ മാവായി മാമ്പഴങ്ങളൊക്കെ തരാൻ? നിങ്ങളെ കൊണ്ട് ഇത് തിന്നാൻ പറ്റുമോ? അപ്പൂപ്പൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മോനെ, അത്രയും കാലം ഞാൻ ജീവിച്ചിരിക്കില്ലടാ, പിന്നെ എന്തിനാ അപ്പൂപ്പൻ നിങ്ങൾ ഈ മാവ് നടുന്നത്? മോനെ, അപ്പൂപ്പൻ ഈ കാലഘട്ടം അത്രയും ഒരുപാട് മാമ്പഴങ്ങൾ തിന്നടാ. അതൊന്നും അപ്പൂപ്പൻ നട്ടതായിരുന്നില്ല, വേറെ ആരോ നട്ടതായിരുന്നു. വേറെ ആരോ നട്ട മാവിന്റെ മാമ്പഴങ്ങളാണ് ഞാൻ തിന്നതെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത്. ഇനി വരുന്ന തലമുറയ്ക്ക് വേണ്ടി ആണ് ഞാൻ ഈ മാവുകൾ നടുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ അച്ഛനും അമ്മയും അല്ലെങ്കിൽ മറ്റുള്ളവരും കൊണ്ട വെയിലിന്റെ തണലിലല്ലേ ഞാനും നിങ്ങളും വളരുന്നത്? നമ്മുടെ മുൻ തലമുറ നമുക്ക് വേണ്ടി എത്രയോ കാര്യങ്ങൾ ശേഖരിച്ചു വെച്ചു. നമ്മുടെ വരുന്ന തലമുറയ്ക്ക് വേണ്ടി നാം എന്താണ് ശേഖരിക്കുന്നത്? പൂവിരിഞ്ഞല്ലോ ഇന്നെൻ്റെ മുറ്റത്തും, താളം വന്നല്ലോ ഇന്നൻ ജീവനിലും. പൂവിരിഞ്ഞല്ലോ ഇന്നെൻ്റെ മുറ്റത്തും, താളം വന്നല്ലോ ഇന്നൻ ജീവനിലും. ആരീരാരോ പാടിയുറക്കാം, കുഞ്ഞേനി ഉറങ്ങാൻ കൂട്ടിനിരിക്കാം ഞാൻ. പൂവിരിഞ്ഞല്ലോ ഇന്നെൻ്റെ മുറ്റത്തും, താളം വന്നല്ലോ ഇന്നൻ ജീവനിലും.
ചെണ്ടമേളം തകിലുമേളം പഞ്ചവാദ്യത്തേരോട്ടം മൂവന്തിക്കും താലപ്പോലി ദേവർക്കും പൂക്കവടി ഞാനുണ്ടല്ലോ പൂരം കാണാൻ കൺമണിയേ തോളിലിരുന്നാട്ടെ പൂവിരിഞ്ഞല്ലോ ഇന്നെൻ്റെ മുറ്റത്തും താളം വന്നല്ലോ ഇന്നൻ ജീവനിലും പുഞ്ചവയിൽ കൊയ്ത്ത് കാലം വന്നണഞ്ഞല്ലോ പൊന്നറിവാൾ മൂർച്ച കൂട്ടി കൊയ്യാൻ വായോ പെണ്ണാളെ ഞാനും എൻ്റെ കുഞ്ഞിമോളും കൊയ്ത്തരിവാൾ വാങ്ങിയില്ല മീനപ്പെണ്ണേ നീ പോരുന്നോ അന്തിവയിൽ താണു തുടങ്ങുന്നേ പൂവിരിഞ്ഞല്ലോ ഇന്നെൻ്റെ മുറ്റത്തും താളം വന്നല്ലോ ഇന്നൻ ജീവനിലും ആരീരോ